ഹലോ ഫ്രണ്ട്സ്, ജിഗ്ന മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അസർബൈജാനിലെ തലസ്ഥാന നഗരമായിട്ടുള്ള ബാക്കുവിൽ നിന്ന് സ്വാഗതം പറയാണ്. ഇവിടെ ഒപ്പം നമ്മുടെ കൂടെ സായിയും ഉണ്ട്. സായിയും ഞാനും രാവിലെ തന്നെ പോകുന്നത് മഡ് വോൾക്കാനയിലോട്ടാണ്. മഡ് വോൾക്കാന എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, വോൾക്കാന എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? വോൾക്കാന എന്ന് പറയുന്നത് ലാവ തുപ്പുന്ന, ലാവ വർഷിക്കുന്ന ഒരു വലിയൊരു വോൾക്കാന, അതാണല്ലോ വോൾക്കാന. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ലാവയല്ല, അതേസമയം ചെളിയും കുമിളകളും മീഥേൻ ഗ്യാസും വരുന്ന വോൾക്കാനയിലോട്ടാണ് ഞാൻ പോകുന്നത്. മീഥേൻ ഗ്യാസ് അടിച്ചു. മീഥേൻ ഗ്യാസ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വരും, നല്ല കാറ്റ്. മീഥേൻ ഗ്യാസ് ഭൂഗർഭ ഇതിൽ നിന്ന് വരുമ്പോൾ അത് കുമിളകളായിട്ടും ചെളിയായിട്ടും വരും. ആ ചെളിക്ക് ആരോഗ്യ ഗുണമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നും ഇതുവരെയായിട്ട് സയൻറ്റിഫിക് ആയിട്ടൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് ഒരു ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടുത്തെ മഡ് വോൾക്കാനോസ്, ലോകത്തിൻ്റെ മഡ് വോൾക്കാനുകളിൽ പകുതിയും അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്താണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് മാർക്കറ്റാണ്. പച്ചക്കറി അല്ലല്ലോ, പ്ലാസ്റ്റിക്കും വീട്ടു സാധനങ്ങളൊക്കെയാണ് ഇവിടെ. മാത്രമല്ല ഇവിടെ പച്ചക്കറിയും പഴവർഗ്ഗവും ഉണ്ട് കേട്ടോ. അത് ഞാൻ നടന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടുത്തെ ചായ ഉണ്ടാക്കാൻ വേണ്ടി, അസർബൈജാനി ചായ ഉണ്ടല്ലോ, അതിന് വേണ്ടിയുള്ള നമ്മുടെ പാത്രങ്ങളാണ്. ഇവരുടെ പ്രാദേശികരായിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം വീട്ടിലൊക്കെ കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ പല സംഭവങ്ങളും അങ്ങനെ അധികം കുക്കിംഗ് ഒന്നുമില്ല. ഇവരുടെ കുക്കിംഗ് ഒക്കെ വളരെ കുറവാണ്. ഇവർ ബ്രെഡും ഇവരുടെ കട്ടൻ ചായ, ഇവരുടെ ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കും, നല്ല മധുരമുള്ള സാധനങ്ങൾ. അതുകൊണ്ട് ഇവിടെ തുണിയുടെ മാർക്കറ്റൊക്കെയാണ് കേട്ടോ ഈ ഭാഗത്തായിട്ട്. നമ്മുടെ വസ്ത്രങ്ങളാണ്. ഇവിടുത്തെ സ്ത്രീകളുടെ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലത്തെ ഉള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ സ്ത്രീകൾ ഇടുന്നത്. ഇതുപോലത്തെ നൈറ്റി, നമ്മുടെ നാട്ടിൽ വീട്ടിൻ്റെ അകത്തിടുന്ന സാധനങ്ങളൊക്കെയാണ് ഇവർ വീട്ടിൻ്റെ പുറത്തിടുന്ന നൈറ്റി. ഇതൊക്കെ 5 അസർബൈജാൻ, 5 പറയുമ്പോൾ 300 രൂപയാണ് കേട്ടോ ഈ കാണുന്ന ലെഗിൻസിന്. ഡൽഹിയിൽ പോയാൽ 100 രൂപയ്ക്ക് കിട്ടും. ഇതിനെല്ലാം 5 മനാത്താണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സ് ഇവിടെ 3 മനാത്തിനെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ ടീഷർട്ടുകൾ. ഇവിടെ ബസ്സിന് വേണ്ടി കാത്തിക്കാണ്. ചില ബസ്സുകൾ ഇതുപോലത്തെ പഴയ ബസ്സുകളുണ്ട്, ബട്ട് കൂടുതലും നല്ല മോഡേൺ ആയിട്ടുള്ള ബസ്സുകളൊക്കെ തന്നെയാണ് അസർബൈജാനിലെ, സ്പെഷ്യലി നമ്മുടെ ബാക്കുവിൽ കേട്ടോ. നമ്മുടെ ബസ് വന്നിട്ടുണ്ട് 7A. നല്ല വിശപ്പ്. ബസ്സിൽ നിന്ന് ഇറങ്ങി ഡോണർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഡോണർ എന്ന് പറയുമ്പോൾ ഇവരുടെ ഇതാണ്, നമ്മുടെ ഷവർമയില്ലേ, അതാണ് ഡോണർ എന്ന് പറയുന്നത് ഇവിടുത്തെ. സായി, വൈ ആർ യു ഡ്രിങ്കിങ് കോള സായി? നോ, നോട്ട് ഗുഡ്. ഓക്കെ, നോട്ട് ഗുഡ്. ഇവിടെ അവിടെ ഡോണർ, ഇവിടെ ഷവർമ, ഇതെല്ലാം കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശപ്പ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇൻ്റർനാഷണൽ ബസ് ടെർമിനലാണ്. നമ്മളിനി അടുത്ത ബസ്സിന് വേണ്ടി വന്നതാണ് ബസ് സ്റ്റോപ്പിലോട്ട്. നമ്മൾ മരുഭൂമി കൂടെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. വെയിലായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വിൻഡ് പ്രൂഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഒടുക്കത്തെ വെയിലാണ്. നമ്മൾ ഏതൊക്കെ ലോക്കൽ സ്ഥലങ്ങളിലൂടെയാണ് പോകുന്നത്. ഇങ്ങോട്ടൊക്കെ വന്നപ്പം ആളുകൾ ഭയങ്കര നമ്മളുടെ അടുത്ത് എന്തോ ഭയങ്കര ഒരു അത്ഭുതത്തോടെയൊക്കെ നോക്കുന്നത്. സ്ഥലം നമ്മളിപ്പോൾ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ, അസർബൈജാനിൽ ലോകത്തിൻ്റെ 50% മഡ് വോൾക്കാനകൾ ഇവിടെയാണ്. അതിൽ ആളുകൾ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്. അവിടെ അല്ല നമ്മൾ പോകുന്നത്. ഏതോ ഒരു സ്ഥലത്ത്, ചില സ്ഥലത്ത് പൈസ കൊടുത്ത് എൻ്റർ ചെയ്യണം, ചില സ്ഥലത്ത് പൈസ കൊടുക്കാതെ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മളല്ലാത്ത അങ്ങനത്തെ ഒരു വെറുതെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തോടെ പോകുന്നത്. ഒരു ചെറിയ പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. പെയിൻ്റ് അടിച്ച് ഇവിടെ പള്ളി. ഇവിടെ കുറേയൊക്കെ ഫുള്ളി കൺസ്ട്രക്റ്റഡ് അല്ലാത്ത വീടുകളാണ്, പൂശാത്ത മതിലുകൾ. നമ്മുടെ ഒരു പെറുവിൻ്റെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു. പെറുവിൻ്റെ ക്യാപിറ്റലും ഇങ്ങനെയാണ്, ഒരു ഡ്രൈ ഒരു ഏരിയ. ഹലോ, എല്ലാവരും നല്ലതുപോലെ നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പൊടി വെയിലത്ത് ഇങ്ങനെ നടക്കുവാണ്, ഉച്ച വെയിലത്ത്, ഭയങ്കര ചൂടും വെയിലും. അതാ കുറേ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഷഹീദ് അലി കഫ്രിലിൻ ഹസ്രെ ഒലൂംബ്, അങ്ങനെ എന്തോ ആണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ച ആളുകളെയാണ് ഷഹീദ് എന്ന് പറയുന്നത്. വീര്യമൃത്യു നേടിയ ആൾക്കാരാണ് കേട്ടോ.
നമുക്ക് ഈ ബാൻഡ് തലയിലെ ബാൻഡാണെന്ന് ചിലപ്പോൾ നമുക്ക് ISIS എന്നൊക്കെ തോന്നും. അല്ല കേട്ടോ, ഇവരുടെ അസർബൈജാൻ്റെ വീരമൃത്യു വരിച്ച യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ പട്ടാളക്കാരാണ്. മുകളിലോട്ട് വന്നിട്ടുണ്ട്. നല്ല ട്രൈ ആ ഇവിടെ. കാണുന്നതാണ് നമ്മുടെ മഡ് വോൾക്കാന. കാണുന്നതെല്ലാം നമ്മുടെ മഡാണ്. നമ്മുടെ മഡ് വോൾക്കാനയെ തേടി വന്നപ്പോൾ എല്ലാം ഡ്രൈ ആയി പോയിരിക്കുന്നു. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മഡ് വോൾക്കാനയുടെ ഭാഗങ്ങൾ. എല്ലാം ഡ്രൈ ആയി ഫുള്ള് ഇവിടെ. ഇതാണ് കേട്ടോ, കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ മഡ് വോൾക്കാനോ. മഡാണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ മഡ്. ഇതാ I told you. It's dry. It's dry shoots from outside, but it is. ഇത് ഫുൾ ഇതായിട്ട് കിടക്കുവാണ്. You can appreciate more when there is actually like a rainy season. Now in like a dry season. ഇപ്പൊ നല്ല ഡ്രൈ ആയതുകൊണ്ട് എന്തോ ആണ് ഇങ്ങനെ. Como esta agüita para humedecer, entonces se hace como aquí esta capa. You want to take shower, right? വെരി സ്മെല്ലി. വെരി സ്മെല്ലി ആക്ച്വലി. ഇതാണ് കേട്ടോ. It's not a smell, imagine. അടിപൊളി. Pero la textura Wow. es como muy. It's very nice actually. നല്ല കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. La gente normalmente usa esto, o sea, creen que todo. Mud volcano is very cold. Wow. Feel like ice cream. അന്നതല്ലേ ചാടിയില്ല. ഓക്കെ. Wow. I mean, really deep. തന്തന്തനം. Don't make dirty my legging, okay? Use the legs. വെരി ഹെവി. ചുമ്മാട്ടോ, വലിയ ഹെവി ഒന്നുമില്ല. ഞാൻ ഇതെടുത്ത് കളിക്കാൻ വേണ്ടി ആദ്യം അറിയാൻ വേണ്ടി പോവാ. ഓക്കെ, കട്ട്. ഹലോ ഹലോ, സലാം. നോ പ്രോബ്ലം. മീഡിയ ആണോ പേടിയാ? യെസ്. ഇവിടെ വന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവന്മാര് പറയാ വേറെ സ്ഥലമുണ്ട്. അവന് വീഡിയോ എടുക്കുമ്പോ അവന് അവൻ കമന്റ് അടിയും. അവന്റെ വായ കൊച്ചു ചെറുക്കനാണേലും അവന്റെ വാ കാണണം. ഓ, ചാടി അവൻ വീണു കേട്ടോ അതില്. ഇവിടെയാണോ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഇമാരെ കൊണ്ടുവന്നത്. ഇമാര് മഡ് വോൾക്കാനയിലല്ല കൊണ്ടുവന്ന, വേറെ ഏതോ നീന്താനുള്ള ഒരു സ്ഥലത്താ. ഇവിടെ നല്ല വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ കാലിട്ടിട്ട് ഒന്ന് കഴുകാൻ പറ്റും. ഇവിടെയും കുറച്ച് വോൾക്കാനോ പോലത്തെ ഒരു സാധനമാണ് ഇല്ലേ. ഇവിടെ പയ്യന്മാരൊക്കെ വെള്ളത്തിൽ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് മഡ് വോൾക്കാനയിൽ ഇറങ്ങി കുറച്ച് വെള്ളവും മുന്തിരിയൊക്കെ വാങ്ങിച്ച് നടക്കുവാണ്. ഇതുപോലത്തുള്ള പഴയ സോവിയറ്റ് കാറുകൾ ധാരാളം ഉണ്ട്. എനിക്ക് മീസം മുന്തിരി വാങ്ങിച്ചുകൊണ്ട് കുഴപ്പമില്ല. നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു. ഇതിനിടയിൽ അസർബൈജാനിൽ വന്നിട്ട് ലിഫ്റ്റ് അടിച്ചില്ല എന്ന് വേണ്ട, അങ്ങനെ ലിഫ്റ്റ് അടിച്ചു. ഹൗ ആർ യു ബ്രോ? വാട്ട്സ് യുവർ നെയിം? My name is Farid. ഫരീദ് പുള്ളിയുടെ കൂടെയാണ് നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകുന്നത്. അവിടെ ചെളിയായി. എൻ്റെ ഷൂസൊക്കെ കണ്ടില്ലേ, ഫുള്ള് ചെളിയായി. അപ്പം ഞാൻ സിറ്റി പോകുന്നതിന് മുമ്പ് ഒന്ന് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയപ്പോൾ നല്ല റഷ് അവർ ട്രാഫിക്. ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു മോഡേൺ ആർട്ട് മ്യൂസിയം ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവരുടെ പഴയ പ്രസിഡന്റിന്റെ പേരിൽ നിർമ്മിച്ച ഒരു മ്യൂസിയമാണ്. ഇവിടെയുള്ള എല്ലാ
ബാൽക്കണിയിൽ ഫ്ലാഗാ. കാണുന്നതാണ് നമ്മുടെ മ്യൂസിയം. പ്രസിഡന്റ് ഒരിക്കൽ ഈ ബിൽഡിങ്ങിന് ട്രംപ് ടവർ എന്നൊക്കെ പേരിടാമെന്ന് വിചാരിച്ചപ്പോൾ ട്രംപ് സമ്മതിച്ചില്ല. അങ്ങനെ പേരിടാതിരുന്നതിൻ്റെ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം നല്ല ട്രാഫിക്കാ. അതോ അങ്ങോട്ട് പോയി ആ ഭാഗത്തോട്ട് ഏതോ കാർ പാർട്സിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്ന ഒരു മാർക്കറ്റിലാണ്. പുള്ളിയാണ് നമ്മളെ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഒരു പുള്ളി ഞാൻ അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ ഗ്രേഷ്ക അറിയാമോ, നമ്മുടെ പോസ്റ്റ് സോവിയറ്റ് കൺട്രിയിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ്, ഹൗ വാസ് യുവർ ഹൈക്ക് യെസ്റ്റർഡേ? അമേസിംഗ്. ഹോംലെസ്, ഹാർട്ട്ഫുൾ. ഇത് നമ്മുടെ ഗ്രേഷ്കയാണ്. നമ്മുടെ റഷ്യയിലും അല്ലെങ്കിൽ പോസ്റ്റ് സോവിയറ്റ് കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അരി പോലത്തെ ഒരു ഭക്ഷണം. അത് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹോസ്റ്റ്. ഭക്ഷണത്തിൽ കുറച്ച് തൈരും ഇത് ഒഴിച്ചിട്ട് കഴിക്കുകയാണ്. ബോൺ പ്രവേശോ. നമ്മുടെ ഇതും കഴിച്ചിട്ട് പഴയ സോവിയറ്റ് കാല മെട്രോയിലൂടെ ഞാൻ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. മെട്രോയിൽ കയറുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് കാര്യം എന്തെന്നോ, ഇങ്ങനെ നിൽക്കുമ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ വരെയല്ലേ, ഓരോ ആളുകളെ ഇങ്ങനെ നോക്കി നോക്കി, പല വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ, എല്ലാവരും ഇങ്ങനെ നോക്കി നോക്കി ചിരിച്ചുവാണെങ്കിൽ ഒരു ഹായൊക്കെ പറഞ്ഞിട്ട് പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഹിന്ദി പാട്ടൊക്കെ പാടുന്ന, നമ്മുടെ മലയാളം പാട്ടൊക്കെ പാടുന്ന കൊനൂലിനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. ഇവിടെ 28 മെയ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സലാം. ദിസ് ഈസ് സായ്. Hi. Where is Sai? Meet Sai. Nice to meet you. I saw you in this story. Nice to meet you. ¿Cómo estás? Muy bien, ¿y tú? Little bit, not so much. Könül. ¿Cómo? Könül. Kunel. Könül. Könül. Konyol. Könül. Könül. Nice to meet you. You can call pretty lady. Okay, pretty lady. Deko na. ഞാൻ ഓൾറെഡി ഭക്ഷണം കഴിച്ചിട്ട് വന്നതാണ്. കൊണ്ടുപോകും എന്തോ സ്നാക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. ക്യാൻറ്റീൻസും സാധനങ്ങളാണല്ലോ. ഞാനങ്ങനെ എന്നെ കോണൂല് വേറൊരു മലയാളിയെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കോണൂലിവിടെ നമ്മളെക്കാട്ടി ഇന്ത്യക്കാരറിയാന്നുള്ള കോണൂലിലാണല്ലേ? തീർച്ചയായിട്ടും. ഏതോ ഹിന്ദി സീരിയൽ അല്ല പാട്ടുകാരൻ വന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളുവാണ് കേട്ടോ പുള്ളിക്കാരി. ഇത് നമ്മുടെ മലയാളി ചേച്ചിയാണ്. പേരെന്താ ചേച്ചി? പേര് സൗമ്യ എന്നാണ്. നാട്ടില് കാസർഗോഡാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് റൺ ചെയ്യും. പേര് പറഞ്ഞോ, ആൾക്കാർ വരട്ടെ. മലയാളികൾ. മഹാറാണി ആൻഡ് മായ, രണ്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. എങ്ങനെയാ, എത്ര വർഷമായി ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് നടത്തുന്നു? ഇവിടെ നടത്തുന്ന 10 വർഷമായി. ഞങ്ങൾ വന്നിട്ട് 15 വർഷത്തോളായി. എന്താ കഥ? ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടെ? ഇവിടെ ഞങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു. മഹാറാണി 10 വർഷം പ്രായമുള്ള റെസ്റ്റോറന്റ് ആണ്. മായ 3 വർഷം. അങ്ങനെ 10 വർഷം പ്രായമുള്ള ഈ റെസ്റ്റോറന്റിൽ വന്നിരുന്ന് നമ്മള് ബ്രോ ഒരു ഹായ് പറയാവാ, ഒരു ചായ കുടിക്കുകയാണ് കേട്ടോ. നാണോണെങ്കിൽ വന്നോ. പേരെന്താ? എന്താ? ശിവദത്ത്. എവിടെയാ നാട്ടില്? കാസർഗോഡ്. എങ്ങനെയുണ്ട് അസർബൈജാൻ? അസറിയൊക്കെ പഠിച്ചോ? ഓക്കെ. അങ്ങനെ ശിവദത്ത് മലയാളിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ സായി ഉണ്ട്. ഇവിടെ നമ്മുടെ പക്കാവടയും സമൂസയൊക്കെ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മലയാളികളെല്ലാം ഇവിടെ വരും. ചിയേഴ്സ്. ഞാൻ അവിടുത്തെ മഹാറാണി റെസ്റ്റോറൻറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഒരു മോണുമെൻറ്റിലോട്ട് വന്നതാണ്. ഇവിടെ അതായത് 2020 8 നവംബറിലാണ് കേട്ടോ നമ്മുടെ അർമേനിയ അസർബൈജാനുമായിട്ടുള്ള യുദ്ധം അവസാനം ഒരു ഒഫീഷ്യലി തീർന്നെന്ന് പറയാൻ. അതിൻ്റെ ഒരു മോണുമെൻ്റാണ്. ഇവിടെ ഉള്ള ഒരു അസർബൈജാനി ഒരു പെൺകുട്ടിയുണ്ട്. ഹായ്. Hi, welcome to Baku. Thank you so much. How are you doing? I am good, thank you. And you know maybe this monument here? Yeah. A sign of our victory. You are proud of Azerbaijan? Of course. You like How do you say Zindabad, Azerbaijan? You like Armenia? Of course no. ഓഫ് കോഴ്സ് നോ. ഇവിടെയുള്ള ആളുകൾക്ക് അർമേനിയ ഇഷ്ടമല്ല, അർമേനിയക്കാർക്ക് അസർബൈജാൻ ഇഷ്ടമല്ല. ഇത് ഭയങ്കര പാട്രിയോട്ടിസമാണ് കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മഹത്തായിട്ടുള്ള വലിയൊരു ഇത്. ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് വന്നതാണ്. നമ്മുടെ കൊനൂലിൻ്റെ കൂടെ നമ്മുടെ
സായി അവരുടെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കാം. ഇവിടെ വന്നിട്ട് നമ്മളിവിടുത്തെ ഒരു റോസ് പാർക്ക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇവിടുത്തെ അസർബൈജാനി കുസിൻസ് കിട്ടുന്നതാണ്. ഇവിടെ വന്നിട്ട് ഇവരുടെ ലോക്കൽ ബക്ലാവ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലോക്കൽ ബക്ലാവ. പിന്നെ ഇവിടുത്തെ ഇവരുടെ ശർക്കര പോലത്തെ എന്തോ സ്വീറ്റാണ് ഈ കാണുന്നത്. താങ്ക് യു സോ മച്ച് തഷക്കൂർ. ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ 2 എണ്ണം കൂടെ ഇതാ പോയിട്ട് വന്നു. You became friends? Your good friend? Best friend? Dancing friends as well. You did dance at her house? എൻ്റെ അമ്മോ, അഭിനയത്തിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ മലയാളം തമിഴ് പാട്ടൊക്കെയാണ് കേട്ടോ അടിപൊളിയായിട്ട് പാടുന്നത്. നമ്മുടെ ബസ് വന്ന് ബൈ ബൈ. അങ്ങനെ ഫൈനലി എൻ്റെ അവസാന ദൗത്യമാണ് അസർബൈജാനിലെ. I can put it in front also. And നമ്മുടെ അങ്ങനെ ഹൗസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. സായി, where are we going? To Uzbekistan. To Uzbekistan. സായി വരുന്നില്ല, ഞാൻ മാത്രം ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോവാണ്. സായി എന്നെ കണ്ടാക്കാൻ വേണ്ടി പോകണം. ഇന്നലെ രാത്രി നമ്മൾ കൊനൂലിൻ്റെ അവിടെ നിന്ന് വിട പറഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നു. പിന്നെ രാവിലെ തൊട്ട് വൈകിട്ട് അവർ സ്പെൻഡ് ചെയ്തു. വൈകിട്ട് തന്നെ എയർപോർട്ടിലോട്ട് പോവാണ്. ടാക്സി വിളിച്ച് പോവാണ്. അസർബൈജാനിലെ ടാക്സി അത്യാവശ്യം ചീപ്പാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പല്ല, എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. ഇവിടെ നല്ല അടിപൊളി ഒരു സൺസെറ്റ്. നമ്മൾ എയർപോർട്ടിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ 3ാമത്തെ തവണയാണ്. ഞാൻ വന്ന് ലാൻഡ് ചെയ്ത് ഇറങ്ങിയത് നമ്മുടെ ഈ കാണുന്ന ഇതാണ് നമ്മുടെ ടെർമിനൽ 2. ടെർമിനൽ 2ലാണ് ഞാൻ ബുഡാപെസ്റ്റിൽ നിന്ന് അന്ന് വന്ന് ലാൻഡ് ചെയ്ത് ഇറങ്ങിയത്. ഈ കാണുന്നത് നമ്മുടെ ടെർമിനൽ 1, ഇവിടുത്തെ പുതിയ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ട് ടാക്സി കാറുകൾ. ഇതാണ് നമ്മുടെ ടെർമിനൽ 1 എൻട്രൻസ്. നമ്മൾ ടെർമിനലിൻ്റെ ഉള്ളിലോട്ട് പോട്ടെ. ഇപ്പോൾ ചൈനയിലോട്ടൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. മാത്രമല്ല ഡൽഹിയിലോട്ട്, മുംബൈയിലോട്ട്, അഹമ്മദാബാദിലോട്ടുണ്ടായിരുന്ന ഡയറക്റ്റ് ഫ്ലൈറ്റ് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. ഗുജറാത്തിലോട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മുംബൈയിലും ഡൽഹിയിലോട്ടും ഇവരുടെ പ്രധാന വിമാനമായിട്ടുള്ള അസൽ എയർലൈൻ വർക്ക് ചെയ്യുന്നുണ്ട്. അസർബൈജാൻ എയർലൈൻ ഇതിൻ്റെ ഫുൾ കൗണ്ടർ തിരക്കാണ് കേട്ടോ. കാരണം ഇവരാണ് ഇവിടുത്തെ അസർബൈജാൻ്റെ പ്രധാനപ്പെട്ട എയർലൈന്. അവരുടെ കൗണ്ടറുകൾ ഫുള്ള് നല്ല തിരക്കാണ്. ഇന്ത്യക്കാർക്ക് എവിടെ പോയാലും പ്രശ്നമാണല്ലോ. എനിക്ക് ഉസ്ബെക്കിസ്ഥാൻ്റെ വിസ ഉണ്ട് കേട്ടോ. ഞാൻ ഉസ്ബെക്കിസ്ഥാനിലോട്ടല്ലേ പോകുന്നത്. ഈ വിസ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. $20, ഏകദേശം 1900 രൂപ. എന്നിട്ടും ഇവർക്ക് ഭയങ്കര സംശയം കേട്ടോ. എൻ്റെ വിസ ഡബിൾ ചെക്ക് ചെയ്യുന്നു, എന്തൊക്കെ നോക്കുന്നു. അങ്ങനെ ചെക്ക് ഇൻ കഴിഞ്ഞു. ഞാൻ ഇനി മുകളിലോട്ട് പോവാണ്. ഏറ്റവും ടോപ്പിലത്തെ ഏരിയയിലാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡിപ്പാർച്ചർ ഗേറ്റ് വരുന്നത്. നടുക്ക് ഫുഡ് കോർട്ട് കാര്യങ്ങളൊക്കെയാണ് നടുക്കുള്ള ഭാഗത്തായിട്ട്. ഇങ്ങനെ ഞാൻ പോവുകയാണ്. സായി, ടാറ്റാ, ബൈ ബൈ. Adios. Will you miss me? You will miss me more. No. I don't know how you will survive without me actually. It's really pretty difficult. പിന്നെ അവളില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റൂല. എനിക്ക് ഇതെന്താ ഇഷ്ടം. അങ്ങനെ ഞാൻ അവസാനം പോവുകയാണ്. ഞാൻ 3ാമത്തെ നിലയിൽ വന്നു. എഴുത കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ള ഒരു എയർപോർട്ട്, ഒരു പുതിയ ഒരു എയർപോർട്ടാണ്. സെക്യൂരിറ്റി ചെക്ക് കഴിയുമ്പോൾ ഞാൻ സായി അവിടെ പറയും. അങ്ങനെ അവസാനം ഞാൻ എൻ്റെ അസർബൈജാനിലെ യാത്ര കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ അസൽ എയർലൈനിലാണ്. ചാവോ. Adios. Adios. Adios, chiquillos. Adios, chiquillos. Bye. Chao. നമ്മുടെ താഷ്കന്തിലോട്ടുള്ള ഫ്ലൈറ്റ് ഓൾറെഡി ബോർഡായി പോയോ. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ സ്ഥലം മാറി കേട്ടോ. മിനുക്കെന്ന് കിടക്കുന്നു. ഞാൻ ഉടനെ ഓടി. ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റ് മാറിപ്പോയെന്ന്. ഞാൻ ഇത്രയും നേരം അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എനിക്കൊന്ന് ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് കേട്ടോ. ബോർഡ് ചെയ്ത് ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. ഞാനിപ്പോൾ പറക്കാൻ വേണ്ടി പോകുന്ന രാജ്യവും ഇവിടെ നിന്ന് പോകുന്ന രാജ്യം, അതായത് അസർബൈജാനും ഉസ്ബെക്കിസ്ഥാനും എല്ലാം പോസ്റ്റ് സോവിയറ്റ് കൺട്രീസാണ്. അതുകൊണ്ട് പിന്നെ പല ട്രാവൽ വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അസർബൈജാനും ഉസ്ബെക്കിസ്ഥാൻ, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഉസ്ബെക്കിസ്ഥാൻ വീഡിയോയിൽ തന്നെ കണ്ടാണ്. കറക്റ്റ് അസർബൈജാൻ ഉസ്ബെക്കിസ്ഥാനൊക്കെ ഒരുപോലെ തന്നെയാണ്. പഴയ സോവിയറ്റ് കൺട്രീസ് എല്ലാം ഒരു രീതിയിൽ തന്നെയാണ്. അത്യാവശ്യം ഫ്ലൈറ്റ് ഫുള്ളല്ലാന്ന് തോന്നുന്നു. ബിസിനസ് ക്ലാസ്സിന് ഇത്രയേ ഒരു കംഫർട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് അസർബൈജാൻ എയർലൈന്. ഞാൻ ആദ്യമായിട്ടാണ്
കാണുന്ന അസർബൈജാൻ എയറിലോട്ട് കയറുന്നത്. ചെയ്യാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നമ്മുടെ അസർബൈജാൻ എയർലൈനിലുണ്ട് കേട്ടോ എന്തൊക്കെയോ ഒരു ചെറിയ കുഞ്ഞു മീൻ ചിക്കൻ. അങ്ങനെ ഫൈനലി ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ ലാൻഡ് ചെയ്തു. ഇനി ഉസ്ബെക്കിസ്ഥാനിലുള്ള എമിഗ്രേഷനിലുള്ള തിരക്ക് എന്താ കടല. അങ്ങനെ ഞാൻ നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞു. സത്യത്തിൽ 4 വർഷം മുന്നേ വന്ന ഞാൻ ഉസ്ബെക്കിസ്ഥാൻ അല്ല കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഫുള്ള് തിരക്കും പല സ്ഥലങ്ങളിൽ നിന്ന് ചൈനക്കാരാണ് ഇവിടെ കൂടുതൽ തോന്നുന്നത്. എന്ത് കാരണം കൊണ്ടെന്ന് അറിയില്ല. ധാരാളം യൂണിവേഴ്സിറ്റികൾ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പരസ്യ ബോർഡുകൾ കുറേ യൂണിവേഴ്സിറ്റികളുടെ. ഞാനിവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ ഒരു നോട്ടീസ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫോൺ ഇവിടെ വർക്ക് ആവണമെങ്കിൽ ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ IMEI സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടണം, അല്ല രജിസ്റ്റർ ചെയ്യണം. പൊതുവെ അങ്ങനെ വേണ്ട കേട്ടോ. സാധാരണ 1 മാസത്തിൽ കൂടുതൽ നിൽക്കണമെങ്കിലൊക്കെ മതി. ഇവിടെ പൈസ കൊടുത്ത് നമുക്കത് രജിസ്റ്റർ ചെയ്യാം. ഇവിടെ പൊതുവെ കൂടുതൽ നാൾ നിൽക്കാൻ വരുന്നവർക്കൊക്കെയാണ് അതിൻ്റെ ആവശ്യം. ലേറ്റായി ഞാനിത് പുറത്തെത്തിയപ്പോൾ 3 മണിയായി. ഇവിടെ കുടുംബക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്.